കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ് ആ ഡയലോഗാണ്. പക്ഷെ അവൻ ഇത്രയുള്ള സ്ക്രിപ്റ്റ് വായിച്ചിട്ട് എനിക്ക് ഏറ്റവും നാടകം പോലെ തോന്നിയ ചില സംഭവങ്ങളുണ്ട്. ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന ആളാണ്, ഓപ്പറേറ്റിംഗ് ആകുമ്പോൾ. രാജു അത് ആ ഡയലോഗ് പറഞ്ഞപ്പോൾ കട്ട് പറഞ്ഞത് ക്യാമറ കട്ട് ചെയ്തില്ല, ഞാൻ ലോക്ക് ചെയ്തില്ല, ഞാനാണ് കൈയടിച്ചത്. ലൈഫ് ജോസിറ്റ് ചെയ്യുമ്പോൾ എന്നോട് ചിത്തേടൻ ആകെ ഒരൊറ്റ കാര്യം ചോദിച്ചുള്ളൂ, ആവശ്യപ്പെട്ടത്, എടാ എനിക്കിത് ഒരു സീൻ ചെയ്യുമ്പോൾ 3 ക്യാമറ വെച്ചിട്ട് ചെയ്യണം, കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് അതിൻ്റെ ഒരു ലൈഫ് പോകും. 3 ക്യാമറ വെച്ച് ഭയങ്കര വെല്ലുവിളി. അത് ഹാൽ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഞാൻ ലൊക്കേഷൻ കണ്ടിട്ടില്ല. എന്താ കാരണം വെച്ചാൽ ഞാൻ ആ സിനിമ തുടങ്ങി 5-6 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ജോയിൻ ചെയ്യണത്. ഓക്കെ, മറ്റൊരാൾക്ക് പകരം ജോയിൻ ചെയ്തതാണ്. അപ്പോൾ അവർ ഷൂട്ട് ചെയ്ത അതേ സ്ഥലങ്ങളിൽ തന്നെ ഷൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒട്ടും ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ എൻ്റെ വ്യൂ പോയിന്റിൽ ഒരു കംഫർട്ടല്ല എന്ന് തോന്നുന്ന ലൊക്കേഷൻസ് ഉണ്ടായിരുന്നുണ്ട്. ഹലോ എവ്രി വൺ, ഹാൾ സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ രവിചന്ദ്രൻ സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹലോ. ഹാൾ സിനിമയാണ് ഇപ്പോഴത്തെ നമ്മുടെ വിശേഷം. എല്ലാ റിവ്യൂസ് ഒക്കെ നോക്കാറുണ്ടോ? ഉണ്ട്. ഒരു വിഷ്വൽ ട്രീറ്റ് ആണുള്ള എല്ലാ റിവ്യൂസും കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. വിഷ്വൽ ട്രീറ്റ് ആണ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ പുറകിലുള്ള ആ ഒരു പ്രവർത്തനം എങ്ങനെയായിരുന്നു? ഇത് ഒരു ലവ് സ്റ്റോറിയാണ്. ഞാൻ കണ്ടായിരുന്നു. അപ്പം ഒരു കളറ്, നമ്മളൊക്കെ പ്രണയം ഇഷ്ടപ്പെടുന്നവരാണല്ലോ, ഞാനും പ്രണയിച്ചാണ്. അത് ഇന്റർകാസ്റ്റ് മാരേജ്, അപ്പം അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അല്ലാതെ ഇതിനെ നല്ല കളർഫുള്ളായിട്ട് കാണിക്കുക. ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് എനിക്ക് ത്രില്ലർ സിനിമകളായിരിക്കും. പക്ഷെ ഇതും ഒരു സെപ്പറേറ്റ് വേറൊരു രീതിയിൽ ട്രീറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിങ്ങൾ ഈ ബിഹൈൻഡ് ദ ക്യാമറ നിൽക്കുന്ന ആളുകളാണല്ലോ. അപ്പൊ ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിരിക്കുമ്പോ എന്തെങ്കിലും ഒരു ടെൻഷൻസ് ഒക്കെ ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് കോൺഷ്യസ് ആവും നമ്മള്, അല്ലെങ്കിൽ കുറച്ച് ഫ്രീ ആയിട്ട് പക്ഷെ നമ്മളത് മാറ്റിയെടുക്കണമല്ലോ. അതെ അതെ അതെ. ഈ സിനിമാറ്റോഗ്രാഫിനോടുള്ള ഒരു ഇഷ്ടം എന്നുള്ളത് ഏകദേശം എപ്പം മുതൽ തുടങ്ങിയിട്ടുണ്ടാവും? അത് ഒരുപാട് നേരത്തെ ഉള്ളതാണ്. എൻ്റെ വീട്ടിൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഒരു ഇലക്ട്രോ 35 ക്യാമറ ഉണ്ട്, സ്റ്റിൽ ക്യാമറ, അന്നത്തെ ഫിലിം ക്യാമറ. അച്ഛൻ്റെ ഒരു സുഹൃത്ത് കൊടുത്ത അച്ഛനായാലും ഞങ്ങളുടെ ചെറുപ്പത്തിലുള്ള ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, തീരെ ചെറുതായിട്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ അത്യാവശ്യം വരയ്ക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. കോളേജ് പഠിക്കുമ്പോൾ ഞാൻ സെക്കൻഡ് ഗ്രൂപ്പായിരുന്നു. അപ്പോൾ റെക്കോർഡ് ബുക്ക് വരയ്ക്കൽ അത് എൻ്റെ മാത്രമല്ല, നമ്മൾ ക്ലാസ്സിലുള്ള ഒരുപാട് ആൾക്കാർ, അങ്ങനെ നമുക്ക് ചെറിയ പൈസയൊക്കെ കിട്ടും. സയൻസ്. അപ്പോൾ റെക്കോർഡ് വരയ്ക്കണം, ഈ പാറ്റ പല്ലി എല്ലാം പടം വരയ്ക്കണം. അപ്പം അത് ഞാനാണ് ചെയ്തോണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ആർട്സ് കോളേജിൽ പോകണു, ചിത്രം വര. ഞാൻ ഗോകുൽദാസൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ്, ഒരു ബാച്ചാണ്. ഞാൻ അപ്ലൈഡ് ആയിട്ടായിരുന്നു. അങ്ങനെ ആ കോഴ്സ് കഴിയുന്നതോടുകൂടിയാണ് എനിക്ക് സിനിമോട്ടോഗ്രാഫിയിൽ, ഞാൻ അതിന് മുമ്പ് സ്റ്റില്ലെടുക്കും, പക്ഷെ ക്യാമറമാൻ ആവണം, സിനിമയിൽ ക്യാമറമാൻ ആവണം. എൻ്റെ വഴി സിനിമാറ്റോഗ്രാഫി തീരുമാനിച്ച്. അച്ഛൻ നമുക്ക് സ്റ്റുഡിയോ ഇടാം, വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ അച്ഛൻ ഹെൽത്ത് ഇൻസ്പെക്ടറായിരുന്നു. അപ്പൊ അച്ഛൻ്റെ വഴിക്ക് ഒരാൾ വരണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടാവില്ല. ഇല്ല, എൻ്റെ വഴി ഇതാണ്, ഞാനതിന് പോവാ എന്നുള്ളത്. അങ്ങനെ അന്ന് റാണപ്രതാപ് എന്ന് പറയുന്ന ഒരു ക്യാമറമാൻ്റെ കൂടെയാണ്. അതും ഒത്തിരി നടക്കേണ്ടി വന്നു. അതൊക്കെ വളരെ കുറവാണ്. വേറെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത ഒരാള് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഘട്ടമായിട്ട് മറ്റേ വിജയ് ലഗനാഥ്, സുജിത് വാസു, ലൂസിഫർ വരെ പുള്ളിയുടെ കൂടെ തന്നെയായിരുന്നു. ബാക്കി സിനിമകളൊക്കെ ഞാൻ ക്ലാഷ് വർക്ക് ചെയ്യാൻ പോണതാണ് പുള്ളിയുടെ കൂടെ. ഇൻഡിപെൻഡൻ്റ് ആയിട്ടും സുജിത്തിൻ്റെ കൂടെ. എനിക്ക് സുജിത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴുള്ളൊരു ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രീഡായിരുന്നു. നമുക്ക് പല പരീക്ഷണങ്ങൾ നടത്താം, ഇത് ചെയ്താലും അതൊരു പ്രശ്നമല്ല. അത് ഫ്ലോപ്പ് ആവും ചിലപ്പോൾ, കുഴപ്പമില്ല, നോക്കാം. അതിന് ഫ്രീഡം ഉണ്ടായിരുന്നു, ഇത് ചെയ്താലും പ്രശ്നമല്ല. അല്ല, ആക്ച്വലി നിങ്ങൾക്ക് എത്രത്തോളം ഇപ്പോൾ ഈ സിനിമാറ്റോഗ്രാഫേഴ്സിന് എത്രത്തോളം ഒരു ഫ്രീഡം, അത് ഡയറക്ടർ ടു ഡയറക്ടർ മാറുമായിരിക്കും അല്ലേ?
ഇതിൽ എല്ലാവരും കൂടി എടുക്കുന്ന ഒരു തീരുമാനമാണ്. ഇപ്പോൾ ഒരു സബ്ജക്റ്റ് ആയിട്ട് എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ ഞാനും പറയും. അതുപോലെ ഇപ്പോൾ നമ്മളൊരു കളർ ടോൺ ഫിക്സ് ചെയ്യുന്നത് പോലും വാർ ഡയറക്ടറും കോസ്റ്റ്യൂമർ, മേക്കപ്പ് മാൻ, ഡയറക്ടർ, റൈറ്റർ എല്ലാവരും കൂടി ഇരുന്ന് ഒരു ഡിസ്കഷൻ കഴിഞ്ഞ് അതിൽ നിന്നൊരു ഒരു പാറ്റേൺ ഉണ്ടാക്കും. അപ്പോൾ നമുക്കും കൂടെ ഒരു കംഫർട്ടാണ്, അല്ലെങ്കിൽ നമുക്കും കൂടെ നല്ലതായിട്ട് തോന്നുന്നു എന്നുണ്ടെങ്കിൽ മാത്രം നമ്മളത് ഫോളോ ചെയ്യും, മുന്നോട്ട് പോകണം. അതിൽ ഡ്രസ്സും എല്ലാത്തിനും പ്രാധാന്യമുണ്ട്, മേക്കപ്പിന് വരെ. ആർട്ട് ഇതാണെങ്കിലും നമ്മൾ ഓരോ കളേഴ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന കളേഴ്സ്, ഒരിക്കലും വേണ്ട എന്ന് വിചാരിക്കുന്ന കളേഴ്സ്, കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ഡയറക്ടറും നിങ്ങളും തമ്മിലുള്ള ഒരു അസോസിയേഷൻ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരു മാജിക് ഫ്രെയിം ഒക്കെ കിട്ടിയിട്ടുണ്ടോ? എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട്? അത് നമ്മളിപ്പോൾ ചില സാഹചര്യങ്ങൾ സംഭവിക്കുന്നത്, അതായത് ഹാൽ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഞാൻ ലൊക്കേഷൻ കണ്ടിട്ടില്ല. എന്താ കാരണം വെച്ചാൽ ഞാൻ ആ സിനിമ തുടങ്ങി 5-6 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ജോയിൻ ചെയ്യണത്. ഓക്കെ, മറ്റൊരാൾക്ക് പകരം ജോയിൻ ചെയ്തത്. അപ്പോൾ അവർ ഷൂട്ട് ചെയ്ത അതേ സ്ഥലങ്ങളിൽ തന്നെ ഷൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒട്ടും ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ എൻ്റെ വ്യൂ പോയിന്റിൽ ഒരു കംഫർട്ടല്ല എന്ന് തോന്നുന്ന ലൊക്കേഷൻസ് ഉണ്ടായിരുന്നുണ്ട്. പക്ഷെ അവിടെ നമ്മൾ അതിനെ മാറ്റിയെടുക്കാൻ പറ്റില്ലല്ലോ. മാറ്റാതെ അവിടെ ഒരു ഫ്രെയിം ഉണ്ടാക്കി കാണിക്കുക, അതെ, അതായത് ശൂന്യതയിൽ ഒരു ചിത്രം വരയ്ക്കുക എന്നുള്ള ഒരു തോട്ടിലാണ് ആ രീതിയിലേക്ക് മാറിയത്. അങ്ങനെ വന്നു പോയതാണ് ഇത്തരം നല്ല ഫ്രെയിംസ് എന്നുള്ളത്. ഇപ്പോൾ ഇത് ചെയ്ത് വെച്ചതിനകത്ത് സ്വന്തമായിട്ട് കാണുമ്പോൾ ഈ നല്ലൊരു കിടിലൻ ഫ്രെയിമായിരുന്നു, നല്ലൊരു ഷോർട്ടാണെന്ന് തോന്നിയിട്ടില്ല ഏതെങ്കിലും ഒരെണ്ണം പറയാം? ഇപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. കുറേ ഇഷ്ടമുണ്ട്, കുറേ ഇഷ്ടമില്ലാത്ത ഭാഗങ്ങളുണ്ട്. മീൻസ് നമുക്ക് പോരാ എന്ന് തോന്നുന്നു, കൊള്ളാം എന്ന് തോന്നുന്നുണ്ട്, ഇല്ലയെന്നല്ല. പക്ഷെ അതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടെ നന്നാക്കായിരുന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവും. കാഞ്ചിയല്ലേ സ്റ്റാർട്ടിങ് 2013, അതിലെ ഫ്രെയിംസ് ഇപ്പം കാണുമ്പോൾ എന്താ തോന്നുന്നത്? കാരണം ഫസ്റ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്ത വർക്കാണ്. അല്ല, ബെറ്റർ ആയിട്ട് ചെയ്യണം, അത് പോരാ എന്നുള്ള സാധനം തന്നെയാണ്. ഈ ഇതിന്റെ കാര്യങ്ങൾ ടെക്നിക്കൽ സൈഡ് ഇങ്ങനെ ഓരോ ദിവസവും അപ്ഡേറ്റ് ആയി വരുവാണ്. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ സഞ്ചരിച്ചേ പറ്റും. ഓരോ ദിവസവും അപ്ഡേഷൻ വരാ, ക്യാമറ ആണെങ്കിലും ലൈറ്റ്സ് ആണെങ്കിലും എന്ത് ഇതാണെങ്കിലും അതിന് പുതിയ എക്യുപ്മെന്റ്സ് വരുന്നു, പുതിയ ആൾക്കാർ വരുന്നു. അപ്പൊ അതിങ്ങനെ ഒബ്സർവ് ചെയ്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം അല്ലേ? ഈ ജീവിതകാലം മുഴുവൻ തീരില്ല, പഠിച്ചു തീർന്നു എന്ന് എനിക്ക് തോന്നിയ അന്നോട്ട് ഞാൻ ഈ ജോലി നിർത്തായിരിക്കും നല്ലത്. ഡെയിലി ഇത് അപ്ഡേഷൻസ് വരുന്നു, നമ്മൾ പഠിക്കുന്നു, അത് ട്രൈ പഠിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഈ തോന്നൽ വരുന്നത്, അയ്യോ ബെറ്റർ ആയിട്ട് ചെയ്യായിരുന്നു. ഓക്കെ, ഈ ആദ്യമായിട്ട് ക്യാമറ നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിക്കുന്ന ഒരു ദിവസം ഉണ്ടാവുമല്ലോ. കാരണം നമ്മൾ അതുവരെ നമ്മുടെ വഴി ഇതാണെന്ന് വിചാരിക്കുന്നു, പക്ഷെ ക്യാമറ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു വിലപിടിപ്പുള്ള സംഭവം തന്നെയാണല്ലോ. ആ ഒരു ദിവസം എങ്ങനെ ഓർത്തെടുക്കുന്നത്? ഞാൻ ശരിക്കും പറഞ്ഞ സ്വന്തമായിട്ട് ക്യാമറ മേടിച്ചിട്ടില്ല. ഇല്ലേ? ഇല്ല, ഇപ്പോഴും സ്വന്തമായിട്ട് ക്യാമറ ഇല്ല. സ്റ്റിൽ ക്യാമറ ഉണ്ട്, അത് ഓക്കെ. അല്ലാതെ ഞാൻ സിനിമ ചെയ്യാനുള്ള ക്യാമറ സ്വന്തമായിട്ട് മേടിക്കാനുള്ള ഒരു ഉദ്ദേശമില്ല. അതെ, അതൊരു ബിസിനസ്സും കൂടിയാണ്. ഇപ്പം നമ്മളൊരു 2 കോടി രൂപ മുടക്കി, അത് ഒരു 2 വർഷമെങ്കിലും ഓടിയാലേ അതിൻ്റെ മുടക്കുന്ന ഒരു പൈസ അതൊരു ബിസിനസ്സാണെന്ന് ഞാൻ പറയാൻ കാരണം അതാ. എനിക്ക് ബിസിനസ് ചെയ്യാൻ അറിയില്ല, അല്ല. 2, ഒരു ക്യാമറ ഞാൻ മേടിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേനും അതിൻ്റെ അടുത്ത വർഷം വരും. സ്വാഭാവികമായിട്ടും ഞാൻ അതിലേക്ക് ഞാനും പോകും, ഉറപ്പായിട്ടും ഞാൻ ആ ക്യാമറ എടുക്കാൻ ശ്രമിക്കുള്ളൂ. അപ്പൊ അതുപോലെ എന്നെ പോലെ എത്രയോ ക്യാമറമാരുണ്ട്, അവരും ഈ ക്യാമറ അവിടേക്കും എടുക്കും, അപ്പൊ ഇത് അവിടെ ഇരിക്കും, ഞാൻ വലിയൊരു ലോസിലേക്ക് പോകും. അതെ, അപ്പൊ നമ്മൾ റെന്റ് ഔട്ട് ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് പോവാൻ എത്തൂല. അത് ഈസി റെന്റ് ഇഷ്ടംപോലെ ഇവരുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും നാള് വർക്ക് ചെയ്ത് വന്നതിനകത്ത് ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ടുള്ള ഒരു ഡയറക്ടർ ആരായിരിക്കും? അതായത് നമുക്ക് കംപ്ലീറ്റ് ഫ്രീഡം തന്ന്, അല്ലെങ്കിൽ നമ്മൾ മെന്റലിയും കൂടി കണക്റ്റഡ് ആകുമ്പോൾ കുറച്ചുകൂടി എല്ലാവരും സുഹൃത്തുക്കളാണ്. ഇതിപ്പോൾ ആരും ഇതാക്കാൻ പറയണതല്ല, മോശമാക്കാനോ നല്ലതായിട്ട് പറയാനല്ല. ഞങ്ങള് ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലാത്ത ആദ്യമായി പരിചയപ്പെടുന്ന ആളാണെങ്കിൽ പോലും ആ ഒരു പ്രീ വർക്കിലെ നമ്മൾ
ഭയങ്കര സുഹൃത്തുക്കളായി മാറും. അങ്ങനെയാണ്. അത് അങ്ങനെ ബോണ്ടിങ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ സിനിമ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ടീം വർക്ക് ആണ്. ടീമായിട്ട് ഇപ്പോൾ ഞാൻ മാത്രം വിചാരിച്ച ഒരു സിനിമ നല്ലൊരു സിനിമ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫി നന്നായതുകൊണ്ട് ഒരു സിനിമ നന്നായിക്കൊള്ളണമെന്നില്ല. മീൻസ് നല്ല സിനിമയാവണം അല്ലെങ്കിൽ ഹിറ്റ് ആവണം ആയിക്കൊള്ളണമെന്നില്ല. ഒരിക്കലും സംഭവിച്ചിട്ടില്ല അത്. അതങ്ങനെ വന്നു. നമ്മൾ ചിലപ്പോൾ ഒരു റെഫറൻസ് ആയിട്ട് എടുക്കും, അത് നല്ല ഫോട്ടോഗ്രാഫിയാണ് എന്നുള്ളത് നമ്മൾ അതെടുക്കും. അങ്ങനെയല്ലാതെ ഒരു ഗംഭീര സിനിമയാണ് ഫോട്ടോഗ്രാഫി മാത്രം വിചാരിച്ച് നടക്കില്ല. എല്ലാം ഒരേപോലെ വരണം. ടീം വർക്ക് ആണല്ലോ. ഇപ്പൊ ഹാൽ സിനിമയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇത് നമ്മൾ കാണുന്നേക്കാൻ മുന്നേ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും ഇത് ഇങ്ങനെ ആയിരിക്കും തിയേറ്ററിൽ വരാൻ പോകുന്നത് എന്നൊക്കെയുള്ള. പക്ഷെ അതിന് ശേഷം ഹാളിന് കുറേ പ്രശ്നങ്ങൾ വരുന്നു, അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നു, എപ്പോൾ വരും എന്നറിയില്ല. അപ്പൊ നിങ്ങളുടെ ഒരു തോട്ട് പ്രോസസ് ഒക്കെ എന്തായിരുന്നു? ഫസ്റ്റ് നമ്മൾ ലേശം വിഷമായി. ഇത് നല്ല സാധനം എടുത്ത് വെച്ചിരിക്കുകയാണ്, ഇതിനകത്തുള്ള കണ്ടന്റ് എന്താന്നുള്ള അറിയാത്ത രീതിയിലുള്ള കമന്റ്സ് വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഒരു സിനിമ കണ്ടിട്ടുണ്ടാവില്ലല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ പറയണത്. പിന്നെ സ്വാഭാവികം അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ. പിന്നെ കോടതി തന്നെ അത് കൃത്യമായിട്ട് പറഞ്ഞു. സന്തോഷം. ആദ്യത്തെ ദിവസം തന്നെ തിയേറ്ററിൽ പോയി കണ്ടോ? എല്ലാവരും പോയി കണ്ടായിരുന്നു. ഇതിന്റെ വിഷ്വൽ ട്രീറ്റ് ടെക്നിക്കൽ സൈഡ് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തപ്പോഴത്തേക്കും തോന്നിയൊരു ഫീൽ എന്തായിരുന്നു? അത് പ്രതീക്ഷിച്ചായിരുന്നോ? അങ്ങനെ പ്രതീക്ഷിച്ചല്ല, നല്ലതാണെന്ന് പറയുന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അത്രയും ഞാൻ ഏറ്റവും കൂടുതൽ ഇതിനു മുമ്പ് ഒരു സോങ് ഇറങ്ങിയപ്പോൾ, ഹിജർ എന്ന് പറഞ്ഞ സോങ് ഇറങ്ങിയപ്പോൾ, ഞാൻ ചേകവർ എന്ന് പറയുന്ന അത് എന്നാണ് ഷൂട്ട് ചെയ്തതെന്ന് നോക്കിയാൽ പറയാൻ പറ്റും. ആ സിനിമ മുതൽ ഊണിലും ഉറക്കത്തിലും ഒരുമിച്ചിട്ടുണ്ടായിരുന്ന ആളാണ് ഞാൻ, സുജിത് വാസുദേവൻ്റെ കൂടെ. എൻ്റെ ഒരു പടം, ഞാൻ 15 പടം കഴിഞ്ഞ് 16ാമത്തെ പടം അത് ഹാല്. ഒരു പടം കണ്ടിട്ടും ഒരു അഭിപ്രായം ഇതുവരെ പറഞ്ഞില്ല. നന്നായിട്ടുണ്ടോ മോശമായിട്ടുണ്ടോ ഒന്നും പറഞ്ഞില്ല. ഈ പടം കണ്ട് ഇതിൻ്റെ സോങ് കണ്ടിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തു, എന്നെ വിളിച്ചു സംസാരിച്ചു. അസൽ വർക്കായിട്ട് നല്ല അസലായിട്ട് ചെയ്തിട്ടുണ്ട്. അത് എല്ലാം കോസ്റ്റ്യൂംസും കോറിയോഗ്രാഫി എല്ലാം അതിൽ വലിയ നമ്മളെ ഗുരുവിൻ്റെ സ്ഥാനത്തുള്ളതാണ്. ഗുരു ചേട്ടൻ എനിക്കാണ്. അത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ അതേപോലെ ഒരു സിനിമ ഒരെണ്ണം ഈ മാസം 23rd റിലീസുണ്ട്. ഡോൺ മാക്സ് ഡയറക്ട് ചെയ്ത അറ്റ് എന്ന് പറഞ്ഞൊരു പടം. ഞാൻ വിക്കിപീഡിയ നോക്കിയപ്പോൾ ഇത് ഫിൽമോഗ്രഫി നോക്കിയപ്പോൾ ഇത് കണ്ടായിരുന്നു. പക്ഷേ ഈ പടത്തെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാത്തതുകൊണ്ട് ഡാർക്ക് വെബാണ് അത്. ഇതിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വേറൊരു സംഭവം. ആ രീതിയിലാണ് അതിൻ്റെ ഫോട്ടോഗ്രാഫി. ഒരു ലവ് സ്റ്റോറി എന്ന പോലെ ഒരു ഡാർക്ക് വെബ് അല്ലെങ്കിൽ ഒരു ത്രില്ലർ പടം ചെയ്യാൻ പറ്റില്ല. ഇതിന് രണ്ടിനു വേണ്ടി നമ്മൾ ഷോട്ട് എടുക്കുമ്പോൾ എന്തൊക്കെ ഡിഫറൻസാണ് വരുന്നത്? അത് സബ്ജക്റ്റാണ്. നമ്മൾ സബ്ജക്റ്റിനനുസരിച്ച് ഞാൻ ഒരു ക്യാമറയും ലെൻസും ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ആ സബ്ജക്റ്റ് എന്താണെന്ന് കേട്ടാൽ അതിൻ്റെ ഒരു മൂഡ് എന്താ, അതിന് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യാം, അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഒരു പുതിയ ക്യാമറ ഒരെണ്ണം വന്നിട്ട് നമുക്ക് അതിലെടുക്കാം അങ്ങനെയല്ല. അതിന് ആപ്റ്റ് ആവുന്ന ഒരു സിനിമോട്ടോഗ്രാഫിയിൽ നമ്മളെങ്ങനെ അത് ഹെൽപ്പ് ചെയ്യും, ആ മൂഡ് വരണം എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഈ സിനിമാറ്റോഗ്രാഫേഴ്സ് ഈ ഫുൾ ടൈം ക്യാമറ കണ്ണുകളിലൂടെ നോക്കുന്ന ആളുകളല്ലേ. അപ്പോൾ ഒരു തിയേറ്ററിൽ പോയിട്ടൊരു സിനിമ കാണുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ആ സിനിമയുടെ ഇപ്പം നമ്മളെപ്പോലെ നോർമൽ ആയിട്ടുള്ള ആളുകൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കഥയുടെ കൂടെ സഞ്ചരിക്കും. അല്ലെങ്കിൽ അത്രയും മനോഹരമായ ഷോട്ടുകൾ കൊള്ളാലോ എന്ന് പറയും. അതായത് ഫുൾ ടൈം നമ്മളിത് ഓർക്കില്ല. പക്ഷെ നിങ്ങളിത് ഷോട്ട് ബൈ ഷോട്ടായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കൂലേ. അപ്പോൾ ഈ ആസ്വാദനത്തിനെ ഇത് ബാധിക്കാറുണ്ടോ? സത്യമാണ്. അത് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു 20-25 ദിവസം ഇതിനു മുമ്പ് DIക്ക് ഇരിക്കും. ഒരു വലിയ പ്രോസസ്സിങ് അത് അവിടെ ശബ്ദമില്ല, സൗണ്ട് ഉണ്ടാവില്ല, മ്യൂസിക്കില്ല, ഒന്നുമില്ല. മ്യൂട്ടായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ചില പടങ്ങൾ നമുക്ക് ത്രോട്ട് കാണില്ലെങ്കിലും ഇതിപ്പോൾ ഓരോ ഷോട്ട് എടുത്ത് നമ്മൾ കറക്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ കണ്ടിട്ടും മ്യൂട്ടായിട്ട് പടം കാണുമ്പോൾ നമുക്ക് ഇഷ്ടം തോന്നുക, അല്ലെങ്കിൽ നമുക്ക് അത് മനസ്സിലാവുന്നു എന്ന് പറയില്ലേ. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളാണ്. അതായത് ഒരു സിനിമ കാണുകയാണെങ്കിൽ അത് മ്യൂട്ട് ചെയ്തിട്ട് കാണണം, എന്നിട്ട് നമുക്കത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ല പടമായിരിക്കും. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊക്കെ ചിന്തിക്കാൻ പറ്റും, നമുക്ക് സൗണ്ട് ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ. അല്ല, നമുക്കപ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു എഡ്യൂക്കേഷനും കൂടിയല്ലേ അത്. അല്ലെങ്കിൽ അത് ചിലപ്പോൾ
വെറുതെ വേസ്റ്റ് ആയിരിക്കാം. പക്ഷെ നമ്മളൊരു പരീക്ഷണം നടത്തുക, എല്ലാം ഒരു പരീക്ഷണം ചെയ്ത് നോക്കാന്ന്. എന്തിനാ നിയമത്തിൻ്റെ അല്ലെങ്കിൽ നിയമം എന്ന് പറയുന്നത് ലോ മീൻസ് ഫോട്ടോഗ്രാഫിയുടെ ലോ, അത് അങ്ങനെ ബ്രേക്ക് ചെയ്യാം. അങ്ങനെയാണ് ആഗ്രഹം. ഓക്കെ. നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ പോലെ എല്ലാ കൺവെൻഷണൽ ലോസും നമുക്ക് ബ്രേക്ക് ചെയ്യാം. ഓക്കെ. നമ്മൾ വേറെ ആരെങ്കിലും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ഒരാളെ മോശക്കാരനാക്കാനോ പോകണ്ടല്ലോ. നമ്മുടെ ജോലിയിൽ ഞാനത് എൻജോയ് ചെയ്തിട്ടാണ് ഓരോ വർക്കും ചെയ്യണത്. അപ്പോൾ അതിൽ കൂടുതൽ നല്ല ഇത് വരുമ്പോഴല്ലേ നമുക്ക് കൂടുതൽ എൻജോയ്മെന്റ് ഗ്രോ ആവുള്ളൂ, അങ്ങനെ മുന്നോട്ട് പോവുള്ളൂ. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതല്ല നമ്മൾ വളരും വേണം. അതെ, ഗ്രോ ചെയ്യണമല്ലോ. ഇപ്പൊ സിനിമയുടെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ ഏത് ഷോട്ട് വരുമ്പോഴും ഇതിങ്ങനെ ശ്രദ്ധിച്ച് സിനിമ ഇരുന്ന് കാണാൻ പറ്റാറുണ്ടോ? അതായത് ഇപ്പൊ ഇതിന്റെ പുറകിനെ കുറിച്ച് ആലോചിക്കുമല്ലോ. അത് രണ്ടാമത് കാണുമ്പോ പറ്റുള്ളൂ. അല്ല, ഇപ്പൊ ഈ ഷോട്ടിൽ ക്യാമറ ഇങ്ങനെ ആയിരിക്കും വെച്ചിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും അല്ലേ? ഏത് സിനിമ കാണുമ്പോൾ അങ്ങനെയായിരിക്കും. ബാക്കി ടെക്നിക്കിൽ ആ സൗണ്ടിൻ്റെ ഇത് മറ്റേ എഫക്റ്റ് വന്നത് അതൊക്കെ കേട്ട് ഇങ്ങനെ ഷോട്ടുകൾ പോയത്. പിന്നെ ഒന്നുകൂടെ കാണുമ്പോൾ അത് ശരിയാവും. അപ്പൊ സിനിമയുടെ കഥ മറ്റേ സൈഡിൽ വിട്ടു മിസ്സായി പോകും, ഇടയ്ക്ക് ബ്ലാങ്ക് ആവും. ഇതിന്റെ ടെക്നിക്കൽ സൈഡിൽ നിൽക്കുന്ന ആൾക്ക് വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണല്ലേ, നമ്മൾ ഇതിന്റെ കൂടെ ഇങ്ങനെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും, കഥയിലേക്ക് നമ്മൾ എത്തില്ല. പക്ഷെ അങ്ങനെ അതിൽ എനിക്ക് ഒരു ഇത് പറ്റിയിട്ടില്ല. ഞാൻ ഇതുപോലെ ദൃശ്യം കാണാനായിട്ട് സുൽത്താനായിട്ട് പറയണം ഇനിയുള്ളത് എന്ന് പറഞ്ഞാൽ ഞാൻ കാണാൻ പോയി ഫസ്റ്റ് ഷോ. ഞാൻ പുള്ളിന് കുറെ മോശം കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിരിക്കില്ല ഞാൻ പോകാൻ. പറയുമ്പോൾ എല്ലാം നല്ലത് പറയാനായിട്ട് മാത്രം നമ്മൾ വിടില്ല, പറയുന്നത് കറക്റ്റ് ആയിരിക്കും എന്നറിയാം. അങ്ങനെ കണ്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഞാനിതും മറന്നുപോയി. ഞാൻ പിന്നെ കഥയിലേക്ക് കയറിപ്പോയി. അങ്ങനെ ചില സിനിമകൾ അങ്ങനെ ഉണ്ടായി. നമ്മൾ അതിലേക്ക് എൻ്റർ ചെയ്യിപ്പിക്കുക എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇവര് ഈ ഗോൾഡൻ അവർ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, അതിനെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ചില സമയങ്ങളിലാണ് നമുക്ക് ഭാഗ്യമുണ്ടാവും, ചിലപ്പോൾ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതിന് വേണ്ടി ഞാൻ ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ ആ സിനിമ ചെയ്യുമ്പോൾ അതെ ഞാൻ അതിൻ്റെ സിനിമ അപ്പോൾ ജിത്തോട്ടന് അതിൻ്റെ ഫുൾ നല്ല ഫ്രീഡം ഉണ്ടായിരുന്നു. എനിക്ക് ലൊക്കേഷൻ നമ്മൾ സെറ്റ് വർക്ക് നടക്കുന്നതോട് തന്നെ ഞാൻ 1 മാസത്തോളം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് അതിൻ്റെ ക്ലൈമറ്റ് എങ്ങനെ മാറുന്നു അങ്ങനെയുള്ള സാധനങ്ങൾ. ഞങ്ങൾ ദിലീപേട്ടനൊക്കെ ആ സമയത്ത് പുലർച്ചെ 5 മണിക്ക് വന്ന് വെയിറ്റ് ചെയ്തിരുന്നുണ്ട് ഒരു ലൈറ്റ് ഇങ്ങനെ ഓപ്പണായി വരാനായിട്ട്. അപ്പോൾ കുറച്ച് ബീമൊക്കെ ആയിട്ട് റിയൽ അതിപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും നാട്ടില് കുട്ടിക്കാർക്ക്. അതിലൊരു ഷോട്ടുണ്ട്, ഈ കല്യാണ നിശ്ചയം കാമുകിയുടെ കല്യാണ നിശ്ചയം കഴിഞ്ഞപ്പോൾ വളപ്പൊട്ടുകൾ ഇതൊക്കെ കൂടി കളയുന്ന ഒരു ഷോട്ടുണ്ട്. കായലിൻ്റെ ഫ്രണ്ടിൽ പാലത്തിൽ കയറിയിരുന്നിട്ട് ആ സമയത്ത് നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ 3 ദിവസം ഇതുപോലെ വെയിറ്റ് ചെയ്തിരുന്നു. മഴ സമയമായതുകൊണ്ട് ഇത് ഓപ്പൺ ആയില്ല. വെയിറ്റ് ചെയ്യും, അവിടെ ഇരിക്കും. ഇത് ഒരു ടൈമിലാണ് അത് വരുള്ളൂ. പക്ഷെ അത് കിട്ടിയില്ല. പക്ഷെ ലാസ്റ്റ് ദിവസം അതിന്റെ വേറെ സാധനം കിട്ടി, അതിൽ ഷൂട്ട് ചെയ്തു. നമ്മള് ഈ ലൊക്കേഷനിൽ ആ സെറ്റ് വർക്ക് ആ വീട് സെറ്റാ. അപ്പോൾ ആ സെറ്റ് വർക്ക് നടക്കുമ്പോൾ ഞാനും പോയിരിക്കണ്. ഇപ്പോൾ 5 മണിക്ക് ശേഷം ഈ സാധനം കാണണമെങ്കിൽ ഞങ്ങൾ എത്ര മണിക്ക് പോയിട്ടുണ്ടാവും? ഞാനും ആർട്ട് ഡയറക്ടർ സാബു ഉണ്ടായിരുന്നു. ഇത് നോക്കി ഒരു ക്യാമറയും പിടിച്ചിങ്ങനെ ഇരുന്നു. നോക്കാം. അങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ കിട്ടിയിട്ടുണ്ട്. നല്ല ഈ നമ്മുടെ ഹാലിൽ തന്നെ ഒരു സോങ്ങിന്റെ ഒരു പോർഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടീസർ വിട്ടത് അങ്ങനെയാണ്, ആ ബീച്ചിനകത്ത്. അതൊരു ആ ടൈമില് ആദ്യത്തെ ഷോട്ട് പെർഫെക്റ്റ് ആയിരുന്നു, പക്ഷെ അതിൽ ക്രൗഡില്ല. 2ാമത് ഷോട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല, പക്ഷെ 2ാമത് എടുത്തു. അതും ഇതിൽ കാണിക്കുന്നുണ്ട്. ഒരു ബീച്ചിനകത്ത് റൗണ്ട് ചെയ്തിരുന്ന് ഇത്തിരി വൈഡ് ഷോട്ടുണ്ട്. ഈ സിനിമയുടെ ബാക്കി ഭാഗങ്ങളൊക്കെ പുറത്തല്ലേ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? ലൈഫ് ഓഫ് ജോസൂട്ടിയുടെ കുറേ പുറത്തായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഒരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അത് നമ്മൾ കാണാത്തൊരു സ്ഥലമാണ്. അപ്പൊ നമുക്ക് എവിടെ എങ്ങനെ നോക്കിയാലും ഫ്രെയിമാണ്. എവിടെ നമ്മൾ കാണുന്നു അതൊക്കെ ഫ്രെയിമാണല്ലോ. ഏതൊക്കെ യൂസ് ചെയ്യണം എന്നുള്ള
ഒത്തിരി നല്ലതാണ്. ഒത്തിരി നമുക്ക് കുറേയൊക്കെ യൂസ് ചെയ്യാൻ പറ്റി, യൂസ് ചെയ്യാൻ പറ്റാത്തതാണ് കൂടുതലും വന്നേക്കുന്നത് കൂടുതലുള്ളത്. ഓക്കെ, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാ മീൻസ് അത് നല്ല സിനിമയാണ്, നല്ല ഫോട്ടോഗ്രാഫിയാണ്. ഇപ്പോൾ തിയേറ്ററിൽ മാത്രമാണ് അങ്ങനെ അധികം ആളില്ലാതിരുന്നത്. ടി വിയിൽ വരുമ്പോൾ ഇപ്പോഴും എനിക്ക് കോൾ വരും. അതെ അതെ, നല്ല സിനിമയാണ്. ഏറ്റവും കൂടുതൽ ട്രോള് കിട്ടിയിട്ടുള്ളത് തന്നെയാണ് ഈ ഹെലിക്യാം യൂസ് ചെയ്തതിന്. അത് അറിയില്ല അല്ലേ? അറിയില്ല. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഹെലിക്യാം ഷോട്ടുകളുണ്ടായിരുന്നു, കൂടുതലായിരുന്നു. അത് കുറച്ച് കൂടുതലാണ്. അത് ഞങ്ങൾ പർപ്പസ്ഫുള്ളി ചെയ്തത്. ജിത്തേൻ്റെ ഇതാണ്, ബ്രില്യൻസ് ആണ്. പക്ഷെ അത് അതിൽ ഏഞ്ചൽ ഡെവിൾ എന്ന് പറഞ്ഞൊരു ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരുടെ പെർസ്പെക്റ്റീവിലാണ് ഈ കഥ നടക്കുന്നത്. ഞങ്ങൾ അതാണ് പറഞ്ഞത്. പക്ഷെ അത് ഞങ്ങളുടെ മിസ്റ്റേക്കാ. അത് കാണുന്ന പ്രേക്ഷകന് അത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അവരുടെ കുഴപ്പമില്ല, അത് ഞങ്ങളുടെ കുഴപ്പമില്ല. നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ല. അത് നമ്മുടെ മിസ്റ്റേക്കാ. അതിന് നല്ല ട്രോള് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയപ്പോഴാണ് നിങ്ങളും അങ്ങനെ ചിന്തിച്ചു. എൻജോയ് ചെയ്യണം, നമ്മൾ അത് എൻജോയ് ചെയ്യണം. എപ്പോഴും നല്ല എല്ലാവരും നല്ലതെന്ന് പറയുന്നതിനും അതിൻ്റെ മോശം വശങ്ങൾ, അതിനെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്ത് സംസാരിക്കുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കും. നമ്മൾ മിസ്റ്റേക്ക് അതാണല്ലോ ശ്രദ്ധിക്കുന്നത്. എന്നാലും അടുത്ത പടത്തിൽ അത് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ആക്ടർ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് കേട്ടിട്ടായിരിക്കും നമ്മൾ ടീമിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എങ്ങനെ ആ ഒരു ടീം അല്ലെങ്കിൽ ഒരു അത് സെലക്ട് ചെയ്യുന്നത് എങ്ങനെ? അതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്താ? ഇത് ഞാൻ പറഞ്ഞത്, ഇപ്പം നമ്മൾ സുഹൃത്തുക്കളാണ്. ഇപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ ഹാലിൻ്റെ തന്നെ ഡയറക്ടർ ഞങ്ങൾ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പുള്ള സുഹൃത്താണ്. പക്ഷെ പുള്ളി അത് പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്. അപ്പോൾ വേറൊരു ക്യാമറമാനും ഡയറക്ടറും ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ തന്നെ വന്നു. അപ്പോൾ അത് ഇതൊക്കെ ഒരു കൂട്ടായ്മയാണല്ലോ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ് തമ്മിലുള്ള ഒരു ഇതാണ്. അപ്പം ഞാനിപ്പോൾ ചെയ്തുള്ള പടങ്ങളെല്ലാം നമ്മൾ സുഹൃത്തുക്കൾ തന്നെയാണ് എല്ലാവരും. കുറച്ച് വർഷത്തെ ഒരു ഈ ഇതിൽ യാത്ര ചെയ്തതുകൊണ്ട്, ഈ സിനിമയിൽ യാത്ര ചെയ്യണതുകൊണ്ട് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവർ അല്ലാത്തവരും വിളിക്കുന്നുണ്ട്, ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞ. എന്നാലും ഇത് ഈ സിനിമ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കാര്യം കൂടാതെ അത് ആ ഒരു ടീം ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ വരും. ഈ പഴയ സിനിമകൾ കാണുമ്പോഴത്തേക്ക് അതിൽ ഷോട്ടുകളും ഇപ്പോഴത്തെ ഷോട്ടുകളൊക്കെ വെച്ച് കമ്പാരിസൺ ഒക്കെ ചെയ്യാറുണ്ട്. അത് പുതിയ സിനിമകളുണ്ട്, പുതിയ ക്യാമറമാർ പിന്നെ അവരുടെ ഷോട്ടുകൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അത് ഇങ്ങനെ ചെയ്യാലേ, എല്ലാം നല്ല വർക്കല്ലേ. വർക്ക് ചെയ്യുമ്പോൾ നല്ല തന്നെ. അല്ല പണ്ടത്തെ ഇതൊക്കെ ഈ ഷോട്ട് ഇത് എങ്ങനെ ഇങ്ങനെ ഒത്തിരി സിനിമകളുണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് ഒരു ടെക്നോളജി ഇല്ലാത്ത സമയത്ത് നമ്മൾ ഇപ്പൊ നമുക്ക് ഇത്രയും അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഉണ്ട്. അപ്പൊ അന്ന് മുതലേ അതൊക്കെ ചിന്തിച്ചു വരാറുണ്ടല്ലേ. ഞാൻ പറഞ്ഞില്ല, പരീക്ഷണം നടത്തുക എന്നുള്ളത് നമ്മുടെ സുഹൃത്തിന്റെ കൂടിയ മുതല് ഞാൻ നടത്തി തുടങ്ങി. മുമ്പ് ആലോചിച്ചിട്ടുണ്ടാവണല്ലോ. അത് നോർമൽ വഴികളല്ലാതെ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട് ആലോചിക്കണം. നേരത്തെ ഉണ്ട് അത് തല്ലുള്ളി സ്വഭാവമായിരുന്നു, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. മീൻസ് നല്ല പഠിച്ച് അങ്ങനെ നല്ല കുട്ടി അങ്ങനെ നല്ലായിരുന്നു, നല്ല തല്ലുപൊളി. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ പ്രീ ഡിഗ്രി സമയത്തൊക്കെ ആക്ച്വലി ഞാൻ ഓട്ടോ ഓടിച്ചിട്ടുണ്ട്. അതായത് രാത്രി ഓട്ടോ ഓടിക്കും, പകല് കോളേജിൽ പോകും. അത് കോളേജ് ലൈഫ് തീരുന്നവരെ ഉണ്ടായിരുന്നു. ഇതിന് കയറി ഈ ഫീൽഡിൽ വന്നതിന് ശേഷം പറ്റിയിട്ടില്ല. രാത്രിയും പകലും അച്ഛൻ വിചാരിച്ചിട്ട് ഞാൻ ഓട്ടോ ഓടി ഡ്രൈവറായി പോകുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഓട്ടോ ഡ്രൈവറായിട്ടോ അല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ ഇരിക്കാനോ അങ്ങനെ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ അതിനെ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. എനിക്ക് അത് തന്നെയായിരുന്നു നമ്മുടെ ക്യാമറമാനാണോ ഈ ഫസ്റ്റ് ക്യാമറ ഞാൻ പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ച് മാസങ്ങളോളം നടന്നു. അതെ, നമ്മൾ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് ചോദിക്കുന്ന കണക്ക് തന്നെ നിങ്ങളും ഇങ്ങനെ നടക്കണം അല്ലേ? അന്ന് നടന്നിരുന്നു. ഇന്ന് കുഴപ്പമില്ല, ഇന്ന് ഈസിയാ കുറച്ചുകൂടെ. അപ്പം ലാസ്റ്റ് ശല്യം സഹിക്കാണ്ടായിരിക്കാം ചിലപ്പോൾ. പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഡയറക്ടർ കൂടെ ആക്കി തരാം. ഇത് വേണ്ട, ഡയറക്ടറെ കൂടെ പോകാനാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല. ഡയറക്ഷനോട് ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല, ഒരു താല്പര്യമില്ല, പറ്റില്ല, നമ്മളോട് പറ്റാത്തൊരു പണി. ഇപ്പൊ മനസ്സിലാവുന്നത് അതും ബുദ്ധിമുട്ടാണ്. എനിക്ക് ക്യാമറ ആണ് എന്റെ ഇഷ്ടം. അത് ഭയങ്കര മെനക്കെട്ട പണിയൊന്നും മറ്റതല്ല.
ഇത് ഭയങ്കര സുഖമാണ്. അത് എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും. അതാ ഞാൻ അത് പറയാൻ വരുന്നത്. കാരണം ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്ത് പിന്നെ ഇതിന്റെ ഒരു ഫൈനൽ സംഭവം അവിടെ എത്തണ്ടേ. അതിനോട് അതാണല്ലോ നമ്മുടെ ഓക്കെ. അതല്ലാതെ വേറെ ഒന്നും അറിയില്ല, ഡയറക്ഷൻ അറിയില്ല, ഞാൻ പിന്നെ എങ്ങനെ അത് ചെയ്യും? ഓക്കെ, നിങ്ങൾക്കൊരു സീൻ എങ്ങനെയാ ഡിസ്ക്രൈബ് ചെയ്ത് തരുന്നത്? ഇപ്പൊ ഒരു ഒരു ലൊക്കേഷനിൽ നിന്നിട്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഷോട്ട് എടുക്കാന്നുള്ള പ്ലാനിങ്ങേ അല്ല. ഓക്കെ. ഞങ്ങൾ അതിനു മുമ്പ് ലൊക്കേഷൻ കാണാൻ പോകും. അവിടെ വെച്ച് നമുക്ക് എല്ലാ സീൻസും നമുക്ക് മാതിരി ചെയ്യും. ഓൾമോസ്റ്റ് ഞാൻ കണ്ടിട്ടുള്ള ഓൾമോസ്റ്റ് ഡയറക്ടേഴ്സ് അത് അസോസിയേറ്റ് ചെയ്യുമ്പോഴും ഞാനത് കേട്ടിട്ടുണ്ട്. ഞാൻ ലൊക്കേഷൻ കാണാൻ പോകണം, ഓരോ ദിവസവും നമ്മളുണ്ടാവും. അപ്പോൾ ഈ സ്ഥലത്ത് ഇന്ന മാതിരിയുള്ള ഷോട്ടാണ്, ഈ സീനാണ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇങ്ങനെയായിരിക്കും ചെയ്യുക, ഇങ്ങനെയൊക്കെ ഷോട്ടുകൾ വരും, ഈ ആംഗിൾ വരും, ഈ ആംഗിൾ വരും. അപ്പോൾ നമുക്ക് അതിലെന്തെങ്കിലും പ്രശ്നം ഒരു അങ്ങനെ പോരാ, നമുക്ക് ഈ ആംഗിളിൽ വർക്ക് ചെയ്യാം. ആ ഡിസ്കഷൻ എന്തായാലും നടക്കും. ഒരു ലൊക്കേഷൻ കാണാൻ പോകുമ്പോഴേ നമ്മളത് തുടങ്ങും, ആ പ്ലാനിങ്. അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് പിന്നെ ആർക്കും കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഓക്കെ, സീൻ പറയുമ്പോൾ തന്നെ ഓക്കെ ഇത് ഇവിടെ വെച്ചാൽ നല്ലതായിരിക്കും, അങ്ങനെ ഒരു മൈൻഡ് വർക്ക് കാൽക്കുലേഷന്റെ ഭാഗമായിട്ടാണ് അത്. അപ്പോൾ ഡയറക്ടർക്ക് മനസ്സിലാവും. പിന്നെ അവിടെ വന്നിട്ട് നമ്മൾ ലൊക്കേഷനിൽ വന്നിട്ട് ആ സമയത്ത് വെറുതെ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഈ സീന ഈ ഷോട്ടാടാ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കൂടെ വരയ്ക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം എല്ലാ കാര്യമാണ് ചെയ്യേണ്ടതെന്നുള്ള കഴിഞ്ഞു പരിപാടി. അപ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റായി കാര്യം. ഇപ്പോൾ ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞ് നമ്മൾ ഇവിടെ റൂമിൽ പ്രീ വർക്ക് നടക്കുമ്പോൾ ഇതൊക്കെ വീണ്ടും അനലൈസ് ചെയ്ത് അതൊക്കെ സംസാരിച്ച് അതിനെക്കുറിച്ചെല്ലാം ധാരണയാണ്. ഓക്കെ. ഈ ക്യാമറയുടെ പുറകിൽ ഇരുന്ന് നോക്കുമ്പോൾ കുറേ ആളുകൾ അഭിനയിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ, നമുക്ക് തന്നെ ഭയങ്കര ഒരു, അതായത് നോക്കിയിരുന്ന് പോയ ഏതെങ്കിലും ഒരു സീനുണ്ടോ? കുഴപ്പമില്ല ചോദ്യം. അല്ല, ചില ആളുകൾ പറയുന്നത് കേൾക്കാറുണ്ട്, നമ്മൾ തന്നെ ഇങ്ങനെ ഇപ്പൊ ഡയറക്ടറാണ് അല്ലെങ്കിൽ ഞാനിപ്പോ ക്യാമറ ചെയ്യാൻ വന്നതൊക്കെ മറന്നുപോയിട്ട് നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്ന സീൻസ് ഉണ്ടായിട്ടുണ്ട്. എന്റെ ഡ്യൂട്ടി മറന്നിട്ട് അതിലേക്ക് പോകാറില്ല. അല്ല നമ്മളങ്ങ ഓക്കെ, അങ്ങനെയല്ല, നമ്മളത് കണ്ടങ്ങനെ ഇരുന്ന് പോകും ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ. അതുപോലെ ഇപ്പോ മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ. ലാൽ ജോസിന്റെ പുറം കാഴ്ചകൾ എന്ന് പറഞ്ഞ പടം, അത് വിജയന്റെ കൂടെയായിരുന്നു. ലാൽ സാറിന്റെ കൂടെ കുറേ പടങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്, പൃഥ്വിരാജിന്റെ കൂടെ. അപ്പോൾ ഇവരൊക്കെ ഭയങ്കര ആർട്ടിസ്റ്റുകളല്ലേ. അതിലൊരാളെ നമുക്ക് ഒരാളെ മാത്രം ഇഷ്ടം എന്ന് പറയില്ല, എല്ലാവരും ഇഷ്ടമാണ്. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇത് കളഞ്ഞില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായി. ഇതെന്താ പറയുക, ഞാനൊരു കാര്യം പറയാം. സെവൻത്തിലയുടെ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ല, സെവൻത്തിലയുടെ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് എനിക്ക് ഏറ്റവും നാടകം പോലെ തോന്നിയ ചില സംഭവങ്ങളുണ്ട്, ഡയലോഗ്. അപ്പൊ ഞാൻ സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞു, ഇത് ഭയങ്കര ക്രിഞ്ചാണ്, ഇത് ഞാൻ തിയേറ്ററിൽ പോയിട്ടാന്ന് പറഞ്ഞു. ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന ആളാണ്, ഓപ്പറേറ്റിംഗ് ആകുമ്പോൾ ചീഫ് അസോസിയേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുക. പക്ഷെ പുള്ളി പറഞ്ഞല്ല, അതങ്ങനെയല്ല, അത് വേറെ രീതിയിൽ അത് പ്രസന്റ് ചെയ്യണേന്ന് പറഞ്ഞു. ആ ഷോട്ട് എടുത്തത് ഞാൻ തന്നെയാണ്, ഓപ്പറേറ്ററാണ്. അപ്പോൾ ആ ഷോട്ട് പറയണില്ലേ, കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ആ ഡയലോഗാണ് ഞാൻ അതാ പറഞ്ഞത്. അന്ന് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്കത് ഇങ്ങനെയാണ് തോന്നിയത്, നാടകമായിട്ട് ഒരു ഭയങ്കര ഞാൻ കൂവും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കൂവും എന്ന് പറയുമ്പോ സാധാരണ ഒരാള് അങ്ങനെ ചിന്തിച്ചു. പക്ഷെ രാജു അത് ആ ഡയലോഗ് പറഞ്ഞപ്പോ കട്ട് പറഞ്ഞത് ക്യാമറ കട്ട് ചെയ്തില്ല, ഞാൻ ലോക്ക് ചെയ്തില്ല, ഞാനാണ് കൈയടിച്ചത്. എന്നുവെച്ചാ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനത് ഭയങ്കര ഒരു കുളമാവും എന്നുള്ള രീതിയിലാണ് ഞാനിരിക്കുന്നത്. അത് ഞാൻ കൈയടിച്ചു പോയി. അങ്ങനെ സിറ്റുവേഷൻസ് അത് പിന്നെ ഇപ്പൊ അങ്ങനെയുള്ള കുറെ പടങ്ങളുണ്ട്. പെട്ടെന്ന് ഓർമ്മ വന്നൊരു സാധനം പറഞ്ഞാൽ. ഇപ്പൊ ഇതുവരെ ചെയ്ത ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്ട് ഏതായിരിക്കും? അല്ല, എല്ലാ സിനിമയും ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമയായിട്ട് കാണണം. ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പൊ ഇനി ഉത്തരം എന്ന് പറഞ്ഞ പടമാണെങ്കിലും അത് വേറൊരു സ്റ്റൈലിലാണ് ഞാൻ ചെയ്യുന്നത്. അത് കുറച്ചുകൂടി ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഓരോ സിനിമയും അങ്ങനെ തന്നെയാണ് കാണുന്നതും ചെയ്തത്. പിന്നെ എന്ന് വെച്ചാൽ ഇപ്പോൾ
ഇത്ര കളർഫുൾ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ച് റിലാക്സ് ആയിരിക്കും. പക്ഷെ എല്ലാ പടവും ആദ്യത്തെ പടമായിട്ട് കാണണമെന്ന് ഞാൻ അത് പറയും ചെയ്തു. ഈ ഹാലിൻ്റെ പടം ഞാൻ 15 പടം കഴിഞ്ഞ് ഇതന്നെ 16ാമത്തെ പടമാണ്. പക്ഷെ എൻ്റെ ആദ്യത്തെ പടമായിട്ട് എനിക്ക് തോന്നുന്നു. ഓക്കെ. ആ ഒരു ഫീലിലാണ്. അല്ല, നമുക്ക് ഓരോ പടം ചെയ്താൽ നമ്മുടെ കോൺഫിഡൻസ് കൂടുതലും ഏറ്റവും ആദ്യം കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ ആ ഒരു ഞാൻ ആദ്യം എനിക്ക് കിട്ടുന്ന സിനിമയ്ക്ക് ഉണ്ടാവുന്ന ഒരു എല്ലാ വികാരങ്ങളും ഉണ്ടല്ലോ. അതായത് അതിൻ്റെ സന്തോഷം ഉണ്ടാവും, ഒരു ഇതുണ്ടാവും, അത് എല്ലാ പടത്തിലും ഉണ്ടാവും. ഓക്കെ. അങ്ങനെ നമുക്ക് ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിട്ട്. അതെ, എനിക്കിങ്ങനെ സിനിമകൾ വന്നുള്ള എല്ലാം ഇതുപോലെ തന്നെ. ഇപ്പോൾ ലൈഫ് ഓഫ് ജോസുട്ടി തന്നെ ചിത്തോടൻ ഞാൻ മെമ്മറീസ് മുതൽ അവർ പടങ്ങൾ സുഹൃത്താണ് എന്നോട് പാപനാശം ഒരിക്കൽ ഞങ്ങൾ തെങ്കാശി വെച്ചൊരു ഷൂട്ട് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ബ്രേക്ക് ചെയ്ത് ഭക്ഷണം കഴിച്ചിരുന്ന് ഞങ്ങൾ ആ ഓഫീസ് റൂമിൽ ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് എന്നോട് ഇങ്ങനെ ഒരു ഓഫർ പറഞ്ഞത്. അപ്പം അതിന് മുമ്പ് എന്നോട് പറഞ്ഞു 3 പടം ഉണ്ട്, അതിലൊരു പടം രവി ചെയ്യുന്നു. അത് 7th ഡേയുടെ ഫംഗ്ഷൻ വെച്ചില്ല പറഞ്ഞു. സോറി, 7th ഡേ അല്ല, മെമ്മറീസിൻ്റെ ആ 7th ഡേ ഷൂട്ട് തുടങ്ങുന്ന നാളെ പിറ്റേ ദിവസം മെമ്മറീസിൻ്റെ ആഘോഷത്തിൻ്റെ സമയം 115 അവിടെ വെച്ച് അനൗൺസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഹാപ്പിയായി. അപ്പം ഞാനും അത് വിട്ടു. ഓക്കെ, ഒരു ഓഫറല്ലേ, സിനിമയാണ്, എന്തും സംഭവിക്കും. അങ്ങനെ അത് കഴിഞ്ഞു. കറക്റ്റ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാഞ്ചി കഴിഞ്ഞിട്ട് പുള്ളി അത് തിയേറ്ററിലൊക്കെ വന്നു പോയി. അതിനുശേഷം പുള്ളി അതിൻ്റെ CD എന്തോ എടുത്ത് കണ്ടിട്ട് എന്നെ വിളിച്ചു. അതിൻ്റെ വർക്ക് കൊള്ളാം, എനിക്കിഷ്ടമായി പറഞ്ഞു. അത് കഴിഞ്ഞ് സന്തോഷം. അല്ല, അങ്ങനെയല്ല, ഞാൻ നിനക്കൊരു ഓഫർ തന്നിട്ടുണ്ടായിരുന്നല്ലോ, അത് പറയണ നമുക്ക് പടം ചെയ്യണം. അത് പുള്ളി മറന്നില്ല, ഞാൻ പറഞ്ഞെങ്കിലും പുള്ളി മറന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പാപനാശത്തിന് ഞാൻ വരുന്നുണ്ട്, അപ്പോൾ കാണാൻ പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ഈ സെറ്റിൽ വെച്ചിട്ടാണ് ഇതാണ് സിനിമ, ദിലീപേട്ടനാണ് നായകൻ, അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ മൊത്തം സ്ക്രിപ്റ്റ് പറയുമോ അതോ ഷോർട്ട് ബൈ ഷോർട്ട് ആ സമയത്താണോ പറയാ? സ്ക്രിപ്റ്റ് അതായത് ഫുൾ നരേറ്റ് ചെയ്ത് തരും, പിന്നെ നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കും, പിന്നെ അതിന് ഡിസ്കസ് ചെയ്യും. അതിലെന്തെങ്കിലും എൻ്റേതായിട്ടുള്ള എൻ്റെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. അങ്ങനെയാണ് വരുന്നത്. എല്ലാ ഡയറക്ടേഴ്സും നല്ല സാധനമാണ്. അപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞാലും അത് വേണ്ട ഒന്നും പറയില്ല. വേണ്ട എന്ന് അവർ തീരുമാനിച്ചുള്ള ചില സാധനങ്ങളുണ്ടാവും, അത് അവർ ചെയ്യുന്നത് മാത്രം മതി, അത് ആവശ്യമുള്ളൂ എന്നുള്ള അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ ഈ എഴുതുന്ന സമയത്ത് ഞാനില്ലല്ലോ, അതിന് ശേഷമാണല്ലോ ഞാനും വരുന്നത്. അപ്പോൾ അവർക്കൊരു ഡയറക്ടറാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്ടർക്ക് ഒരു സാധനം ഉണ്ടാവും, അതിൽ അവർക്ക് വേണ്ടാന്ന് തോന്നുന്നത് അവരെടുക്കില്ല. പക്ഷെ ഓക്കെയാണ് എന്നുള്ളത് ചെയ്യും. ഇപ്പോൾ ഈ ജീൻ പോൾ ലാലിനെയൊക്കെ പോലെയുള്ള പുതിയ ഡയറക്ടേഴ്സ് ഒക്കെ ഉള്ള ഇവർ കുറേ ക്യാമറ വെച്ചിട്ട് ഒരു സീന് ഷൂട്ട് ചെയ്യും. അപ്പൊ നേരത്തേക്ക് ആകുമ്പോൾ നമ്മളിപ്പോൾ 2 പേരാണെങ്കിൽ 2 ക്യാമറ അല്ലെങ്കിൽ 3 ക്യാമറ അങ്ങനെ വെച്ചല്ലേ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ കുറേ ക്യാമറ ഒക്കെ അത് അഡ്വാൻറ്റേജ് ആണോ ഡിസ്അഡ്വാൻറ്റേജ് ആണോ? ഇത് ഈ ജോസൂട്ടി ചെയ്യുമ്പോൾ, ലൈഫ് ഓഫ് ജോസൂട്ടി ചെയ്യുമ്പോൾ എന്നോട് ചിത്തോടൻ ആകെ ഒരൊറ്റ കാര്യം ചോദിച്ചുള്ളൂ, ആവശ്യപ്പെട്ടത്, എടാ എനിക്കിത് ഒരു സീൻ ചെയ്യുമ്പോൾ 3 ക്യാമറ വെച്ചിട്ട് ചെയ്യണം, കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് അതിൻ്റെ ഒരു ലൈഫ് പോകും. 3 ക്യാമറ വെച്ച് ഭയങ്കര വെല്ലുവിളിയത്. ഒരു സീൻ ചെയ്യണത് 3 ക്യാമറ വയ്ക്കാന്ന് പറഞ്ഞാൽ 3 ആംഗിൾ വെക്കണം. 3 ക്യാമറ നിരത്തി വെച്ചിട്ട് അങ്ങനെ എടുക്കാനല്ല. അതല്ല. അപ്പം ഒരു മിഡ് ഷോട്ട് ഒരു ക്യാമറ വെച്ചാൽ 2 ക്യാമറ സെഷനാണ്. അപ്പൊ ഞാൻ ഈ മിഡ് ഷോട്ടിന് വേണ്ടിയിട്ട് ലൈറ്റ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെഷനിലിരിക്കുന്ന ക്യാമറയിൽ ഈ ലൈറ്റും വരും, ഈ സെഷനിലിരിക്കുന്ന ക്യാമറയിൽ അവിടുത്തെ ലൈറ്റും വരും. അപ്പോൾ അതൊരു വലിയ പക്ഷെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഫ്ലാറ്റ് ലൈറ്റ് ചെയ്യാനും പറ്റില്ല. പിന്നെ ഒരു മൂഡിലാണല്ലോ എല്ലാം. ഇപ്പൊ ലൈറ്റിംഗ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഫോട്ടോഗ്രാഫി നമ്മൾ ആ സബ്ജക്റ്റും അതിന്റെ മൂഡും വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ നമ്മളെ ലൈറ്റിങ് അത് ബാധിക്കും. അപ്പോൾ അതിലേക്ക് ഇറങ്ങാനൊരു കുറച്ച് സമയം എടുത്തു. ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ ഓക്കെ ഫസ്റ്റായിട്ട് പോയി. അത് വെക്കുമ്പോൾ ഒരു സീനിന് വേണ്ടിയിട്ട് ഇത്രയും ക്യാമറകൾ ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല.
എനിക്ക് ഇപ്പോൾ ഒരു ഡയറക്ടർ, ആ ഡയറക്ടർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടെങ്കിൽ ഇത്രയും ആംഗിളിൻ്റെ ആവശ്യമില്ലല്ലോ. ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് കുറച്ചുകൂടി ഈസി ആയിരിക്കും, കാരണം എവിടെ നോക്കി പറഞ്ഞാലും സാധനം അതുണ്ടാവും. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് അത് കുറച്ചുകൂടി എനിക്കറിയില്ല അതിനെ കുറിച്ചിട്ട് അതിൻ്റെ എന്താ പറയുക ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും. നമ്മൾ ഇപ്പോൾ ഞാൻ ഇത് പറഞ്ഞ ലൂസിഫർ എന്ന് പറഞ്ഞ പടം ചെയ്തു. ഞാൻ അതിൻ്റെ ഓപ്പറേറ്റിംഗ് ചീഫ് അസോസിയേറ്റ് ആണ്. അപ്പോൾ ഇത് ഷൂട്ടിംഗ് സമയത്ത് നമ്മൾ ഓരോ ഷോട്ടുകൾ നേരത്തെ ഒരു ലൊക്കേഷനിൽ ഒരാഴ്ചയോളം പോയിട്ട് പല വട്ടമായിട്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ഷോട്ട് എടുക്കണമെന്നല്ല. അപ്പോൾ അതിൽ അഡീഷണൽ ഒരു ഷോട്ട് നമുക്ക് ഈ ആംഗിളിൽ എടുത്താലോ? വേണ്ട, ഇത് മതി, ഇതാണ് എൻ്റെ ഷോട്ട്, എനിക്ക് അഡീഷണൽ പുള്ളിയും പറഞ്ഞിട്ടില്ല നമുക്കൊരു ഷോട്ട് കൂടെ അങ്ങനെ എടുത്താലോ എന്ന് ചോദിക്കില്ല. കൃത്യമായിട്ട് ധാരണയുണ്ട്. അപ്പോൾ ജിത്തേണ്ടതല്ല അതിനാവശ്യമില്ല, എനിക്കിത് മതി, എനിക്ക് ആവശ്യമുള്ള കിട്ടി എന്ന് പറയുന്ന ചിലപ്പോൾ അതിനെ അറിയില്ല. ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ എനിക്ക് അതാണ് ഓരോരുത്തരും ഇഷ്ടം. ഞാൻ 2 ക്യാമറ ഒന്ന് ജിബ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടും മറ്റേത് ട്രാക്ക് ആൻഡ് റോൾ അതൊക്കെ ആയിട്ട് അങ്ങനെ. അല്ലാതെ ഇതുപോലെ കുറേ ക്യാമറ പിന്നെ നമ്മൾ അങ്ങനെയുള്ള ഒരു പർപ്പസ് വേണം. ഞങ്ങൾ അങ്ങനെ ഒരു പടം പ്ലാൻ ചെയ്തിരുന്നു, അത് നടന്നില്ല. ബ്യൂട്ടിഫുൾ ഗെയിം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ക്ലൈമാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അതിന് 10-20 ക്യാമറ വേണം, പല ടൈപ്പ് ഇത് വേണം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ചെയ്യാം. ഇത് സുധേടൻ ഡയറക്റ്റ് ചെയ്തൊരു പടമുണ്ട്, ജെയിംസ് ആൻഡ് ആലീസ്. അതിനകത്ത് 12 ക്യാമറ കണ്ടുണ്ടായിരുന്നു ഒരു ദിവസം. അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ആ കാറ് ആക്സിഡൻ്റ് അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രം. എല്ലാ ആംഗിൾസും കിട്ടാനായിട്ട് പല ആംഗിളിലായിട്ട്. അപ്പോൾ അത് ഒരാവശ്യമാണ്. അങ്ങനെയുള്ള ആവശ്യത്തിന് ഓക്കെ. അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ മൾട്ടി ക്യാമറസ് വെക്കാം. വേറെ ലാംഗ്വേജസിൽ കൂടുതൽ മലയാളം തന്നെ ആയിരുന്നു കൂടുതൽ. തമിഴ് ഞാൻ ഇത് ചെയ്തു, പാപനാശം ഞാനല്ല ചെയ്ത് സുഹൃത്താണ്, പക്ഷേ ഓപ്പറേറ്റർ ഞാനായിരുന്നു. അതുപോലെ ദൃശ്യം 2 തെലുങ്ക്, അതും സെക്കൻഡ് ക്യാമറമാനായിട്ട് ഞാനുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ട്. ഇനി വേറെ പ്രൊജക്ട്സ് ഏതൊക്കെ ഇറങ്ങാനുള്ളത്? ഇങ്ങനെ പ്ലാനിങ്ങിലാണ്, ഡിസ്കഷൻ നടക്കുന്നു. എത്രയും പെട്ടെന്ന് സംഭവിക്കും. അതിന്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഏത് ജോണർ മൂവി ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ഹാപ്പിനെസ് കിട്ടുന്നത്? അല്ല, അങ്ങനെ പറഞ്ഞാൽ അറിയില്ല. ഇപ്പൊ ഹാലി ചെയ്യുമ്പോഴും ഞാൻ ഹാപ്പിയാണ്. പക്ഷെ എനിക്ക് വേറെ രീതിയിലൊരു പരീക്ഷണം നടന്ന ത്രില്ലർ ആ രീതിയിലാണ്, ലൈറ്റ് ആൻഡ് ഷെയ്ഡൊക്കെ നമ്മൾ കുറച്ച് ക്രിയേറ്റീവ് സൈഡിൽ. ഇത് നമുക്ക് ഈസിയാണ്, കുറച്ചും കൂടെ കളർഫുൾ നമുക്ക് കാണുമ്പോഴും ഒരു ഫ്രെയിം നമ്മൾ ഒന്ന് ഉണ്ടാക്കിയെടുക്കണ്ടേ നമ്മളെ. ഇപ്പം എന്താ പറയുക, നമ്മുടെ അറ്റ്മോസ്ഫിയർ വെച്ചിട്ട് അതിനകത്തുനിന്ന് എന്നുള്ളത് അത് ഇഷ്ടമാണ്, അത് പണിയെടുക്കണം. റിലീസ് ആവാനുള്ള ഏതെങ്കിലും സിനിമ ഉണ്ടോ ഇനിയിപ്പോ? അറ്റ് എന്ന് പറഞ്ഞ സിനിമ ഡോൺ മാക്സ് ഇപ്പൊ അടുത്ത് തന്നെ വരുന്നുണ്ട്, 23rd ജനുവരി 23rd. ഓക്കെ, അതാണ് ഈ 26ൽ ആദ്യം ഇറങ്ങുന്ന മൂവി. ഡാർക്ക് മൂവിയാണ്. പക്ഷെ അത് എല്ലാ ആൾക്കാരും ഡാർക്ക് വെബ് എന്ന് പറയുന്ന ഒരു ഇതിനെ കുറിച്ച് അറിയാവുന്നവർക്ക് എല്ലാവരും മനസ്സിലാവുക. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം ഇപ്പൊ ഡാർക്ക് വെബ് എന്താണെന്നൊക്കെ. ഓക്കെ, അപ്പൊ എന്തായാലും കണ്ടതിൽ സന്തോഷം. കുറെ കാര്യങ്ങൾ എനിക്ക് ക്യാമറ, നമുക്കെപ്പോഴും ബിഹൈൻഡ് ദ ക്യാമറ എന്താ നടക്കുന്നതൊന്നും അറിയില്ല. ഇപ്പോഴും എനിക്ക് കാര്യമായിട്ട് മനസ്സിലായില്ല, എന്നാലും കുറച്ചൊക്കെ എന്തൊക്കെയോ എവിടെയൊക്കെയോ കിട്ടി. ഇത് ഇഷ്ടമുള്ള ആളുകൾക്ക് ഇത് വല്ലാത്തൊരു. ഞാൻ സത്യം പറഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്യാമറയുടെ മുമ്പിലിരുന്ന് സംസാരിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമുള്ള ആളാണ്. പക്ഷെ ഞാൻ ഈ വർക്കിന്റെ കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ഭയങ്കര കംഫർട്ടായി. സംസാരിക്കാറില്ല, അല്ല ഇപ്പൊ തിയേറ്റർ വിസിറ്റ് ഒക്കെ ആയിട്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ എന്നാലും ആദ്യം വരുമ്പോ ഒരു കുറച്ച് ആധികാരികമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ ചിലപ്പോ നമ്മള് ഇത് വർക്കാണ്, ഇത് നമ്മള് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്നതാണ്. അതിനെ കുറിച്ച് ചോദിക്കുമ്പോ നമ്മള് സംസാരിച്ചു. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.